അടുക്കറ്റാസ്ക പെട്ടെന്ന് മറുപടിയിലേക്ക്. അല്ല, ശ്രീ അൽജി ഇതിലത് കാണേണ്ടത് മൂന്നാം മോദി സർക്കാർ കൃത്യമായി കേരളത്തിന് ഇത്തരം സുപ്രധാനമായിട്ടുള്ള വകുപ്പുകൾക്ക് സഹമന്ത്രിമാരെ നൽകിയതിന് അഭിനന്ദനം അറിയിക്കുന്നു. പ്രാതിനിധ്യം ഏക സീറ്റിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടും അത് അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് കാണുന്നത്, ഒരു സംശയമില്ല. പക്ഷേ ആദരണീയനായ ശ്രീ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ലഭിക്കാതിരുന്നതിൽ അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചായം പൂശി കേരളത്തിലെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അത്. അദ്ദേഹം ആ വാർത്ത പടച്ചുവിട്ടവർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ആയിക്കോട്ടെ, അത് എന്തായാലും ശരി, അദ്ദേഹം മന്ത്രിസഭയിൽ തുടരട്ടെ. അതൊരു നല്ല കാര്യം തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ കേരളത്തിന് ലഭിച്ച സ്ഥാനമാനങ്ങൾ കൃത്യമായി കേരളീയർക്ക് കേരളത്തിനു വേണ്ടി വർത്തമാനം പറയാനും കേരളത്തിന് ലഭിക്കേണ്ട, മലയാളികൾക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ മാത്രമേ കേരളത്തിൽ എത്രത്തോളം അത് സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും. ഈ ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ ശ്രീ ജോർജ് കുര്യനും ഒക്കെ ലഭിച്ചിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങളിലൂടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതൊരു ശുഭാപ്തി വിശ്വാസത്തോടെ കാണണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരം ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് അനിൽജി ഞാനിപ്പോഴും ഉള്ളത്.